ഓരോ കാഞ്ചീപുരം പട്ടുസാരി കാണുമ്പോഴും അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് എത്രയാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പേരുടെ അധ്വാനമാണ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള, അതായത് ഹാൻഡ്ലൂമിൽ വീവ് ചെയ്ത് വരുന്ന കാഞ്ചീപുരം സാരീസ്. ഞാനിപ്പോൾ അതുപോലൊരു വീവിങ് വില്ലേജിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ കണ്ടിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പർച്ചേസിനിടയ്ക്ക് കണ്ടതാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ കളേർഡ് ത്രെഡ് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന ത്രെഡ് കണ്ടോ? ഇതിങ്ങനെ സിൽക്ക് യാൻസ് വന്നിട്ട് അത് ഡൈ ചെയ്തിട്ടാണ് ഇവരുടെ എന്താ പറയുക ഈ വീവിങ് പ്രൊസീജിയറിലേക്ക് പോകുന്നത്. ആദ്യം തന്നെ സിൽക്കിൻ്റെ യാൺ ഇതേപോലെ വേണ്ട കളറിലേക്ക് ഡൈ ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ അത് വീവിങ്ങിനായി പോവുകയും ചെയ്യുന്നു. കണ്ടില്ലേ? ഇപ്പോൾ ഈ പ്യോർ സിൽക്ക് യാണാണ്. എന്നിട്ട് ഇത് കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റോളാക്കി ഇതുപോലുള്ള ഇത് വീട്ടമ്മമാരായിട്ടുള്ള ഹൗസ് വൈഫ്സ് ആയിട്ട് വീട്ടിലേക്ക് ഇരിക്കുന്ന സാധാരണ ആളുകൾ ഒരു ടൈം പാസ് അവർക്കൊരു ഇൻകം പോലെ വന്ന് ലേഡീസ് തന്നെയാണ് ചെയ്യണത്. ബിക്കോസ് ലേഡീസിനാകുമ്പോൾ ജെൻസിൻ്റെ അത്ര കൂലി ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലുള്ള ലേഡീസാണ് അവരുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് ഇങ്ങനെയുള്ള, അതായത് ഈ ത്രെഡുകൾ ഇതുപോലെ കോർത്ത്, അതായത് കുരുങ്ങാതെ ഇതേപോലെ റോളുകളിലാക്കി കൊടുക്കുന്നു. ഈ റോളുകളിലാക്കി കൊടുക്കുന്ന ഈ ത്രെഡുകൾ നേരെ തന്നെ വീവിങ്ങിൻ്റെ ആ ഒരു പോർഷനിലേക്ക് പോയിട്ടാണ് ഇത് സാരി അപ്പോൾ ഒരു സാരിക്കകത്ത് കയറുന്ന സിൽക്ക് ത്രെഡുകൾ എത്രയായിരിക്കും കണ്ടോ? എത്ര ദിവസം എടുത്ത് എത്ര പണിക്കൂലി കൊടുത്തിട്ടായിരിക്കും ഓരോ സാരിയും വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഓരോ പ്രാവശ്യവും കാഞ്ചീപുരം വില്ലേജസ് വിസിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഓരോ വീവേഴ്സും അല്ലെങ്കിൽ ഓരോ വീവിങ് സ്ഥലങ്ങളും വളരെ അത്ഭുതം തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് നെയ്തെടുക്കാനുള്ള സ്കില്ലും ഒന്ന് വേറെ തന്നെയാണ്. പൊതുവേ ഹാൻഡ്ലൂം സാരികൾ ഒരു 15,000+ റേഞ്ചിൽ കൂടുതൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റാറില്ല. കാരണം 15 താഴെയൊക്കെ വരുന്നത് ഭൂരിഭാഗവും പവർലൂം ആയിരിക്കും. ഹാൻഡ് മെയ്ഡ് സാരികൾ എങ്ങനെ വന്നാലും 15,000+ ആവും. പിന്നെ നിങ്ങൾക്ക് അത് കണ്ടോ, ഇതുപോലെ ചെയ്ത് വന്നിരിക്കുന്ന സാരി ഇതുപോലെ റോളുകളിലാക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീവിങ്ങും ത്രെഡും ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ആളുകളെ ഇരുത്തി ഇവരിങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യും. ഇങ്ങനെ എത്രമാത്രം ആളുകളുടെ അധ്വാനമാണ് നമ്മളുടെ ഓരോ സാരിയും എന്നറിയോ? പ്രത്യേകിച്ച് ഹാൻഡ്ലൂം സാരികളുടെ ആ ഒരു മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതമാണല്ലോ. അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്, ഒരുപാട് പേരുടെ ടാലൻ്റാണ്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അത്രയും ഭംഗിയുള്ള സാരികൾ നെയ്തെടുക്കുന്നതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നല്ല മാസ്റ്റർ പീസ് ആയിട്ടുള്ള വീവേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള മാസ്റ്റർ പീസസ് ആയിട്ടുള്ള സാരീസ് കൊണ്ടുവരാനുള്ളൊരു ഭാഗ്യം എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ കമ്മിങ് ഫെബ്രുവരി 23 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വൈറ്റ്ല ഔട്ട്ലെറ്റ്സിലേക്കുള്ള പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ പർച്ചേസിന് പോയ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്